ഹായ്, ശരത്താണ്. SBFC ഫിനാൻസിൻ്റെ Q3 റിസൾട്ടാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. SBFC ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒരു NBFC ആണ്. അവരുടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞാൽ അവർ MSME ലോണുകൾ, സെക്യൂർഡ് MSME ലോണുകളാണ് അവർ കൂടുതൽ കൊടുക്കുക. അതുപോലെ തന്നെ അവർ ഗോൾഡ് ലോണും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ഒന്നുമല്ല, നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ലോണുകളും സെക്യൂർഡ് ആണ്. സെക്യൂർഡ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കൊളാട്രൽസ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ MSMEസിൻ്റെ ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊളാട്രലായിട്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ബിസിനസ് നടത്തുന്ന ഒരു കട നടത്തുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ആധാരം അതിന് വേണ്ടിയിട്ട് അവർ ബാങ്കിൽ പ്ലെഡ്ജ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഗോൾഡ് ലോണാണ് നമുക്ക് നോർമലായിട്ട് അറിയാവുന്ന കാര്യമാണല്ലോ. ഗോൾഡ് ലോൺ നമ്മൾ എടുക്കുന്ന സമയത്ത് നമ്മൾ ബാങ്കിൽ ഗോൾഡ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ലോൺ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സെക്യൂർഡ് ആണ്. നാളെ ഇപ്പോൾ ഇവരൊരു ഡിഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ ഇത് സെല്ല് ചെയ്തുകൊണ്ട് ഇവരിപ്പോൾ കൊളാട്രലായിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ സെല്ല് ചെയ്തുകൊണ്ട് ബാങ്കിന് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. ഇവരുടെ 100% ലോണും ഈ പറഞ്ഞ സെക്യൂർഡ് ആയിട്ടുള്ള ലോണുകളാണ് കൊടുക്കുന്നത്. അതിനകത്ത് ഏകദേശം 81% സെക്യൂർഡ് MSME ലോണും അതേപോലെ ബാക്കിയുള്ള റിമൈനിങ് 19% എന്ന് പറയുന്നത് ഗോൾഡ് ലോണുമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇത്തരം കാര്യമാണ് ബേസിക് ആയിട്ട് ബിസിനസ്സിനെ മനസ്സിലാക്കാനുള്ള. പിന്നെ NBFCയും ബാങ്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ ബിസിനസ്സിൻ്റെ ഫിഗേഴ്സിലേക്ക് വന്നാൽ ഇവർ റെഗുലറായിട്ട് 30%ഓളം ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയാണ്. അതായത് AUMൽ ഏകദേശം ആ രീതിയിലുള്ള ഗ്രോത്ത് വരും. മാനേജ്മെൻറ്റിൻ്റെ ഗൈഡൻസ് തന്നെ അതാണ്. 5 to 7% ഇവർ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ഗ്രോ ചെയ്യുമെന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ കഴിഞ്ഞ 1-2 വർഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് എല്ലാ ക്വാർട്ടറിലും അവർ അതേ രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ അവർ ഈ ഒരു ക്വാർട്ടറിലും പെർഫോം ചെയ്തിട്ടുണ്ട്. അവരുടെ AUM ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏകദേശം 29% ഉണ്ട് ഈ ഒരു ക്വാർട്ടറിലെ AUM ഗ്രോത്ത്. അതേപോലെ ഇൻട്രസ്റ്റ് ഇൻകം നോക്കിയാൽ ഏകദേശം 30%ഓളം ഗ്രോ ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രോഫിറ്റ് നോക്കിയാൽ 34%ഓളം ഗ്രോ ചെയ്തിട്ടുണ്ട്. അതുപോലെ അവരുടെ ക്രെഡിറ്റ് കോസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എല്ലാം കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. GNPA നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ട്, NNPA നമ്പേഴ്സ് കുറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് കോസ്റ്റ് ഇതെല്ലാം ഞാൻ Q on Q ആണ് പറയുന്നത്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഈ ഒരു ക്വാർട്ടറിലേക്ക് വരുമ്പോൾ ഡിഫറൻസ് ആണ് പറയുന്നത്. സോ അതിലേക്ക് കൂടുതൽ ഡീപ്പായിട്ട് കിടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ 1-2 ക്വാർട്ടറിൽ നോക്കിയാൽ ഇവരുടെ NBSൽ ചെറിയൊരു ഇൻക്രീസ് വന്നിട്ടുണ്ടായിരുന്നു. സ്ലിപ്പേജ് കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നു. നോർമലി ഈ കമ്പനിയിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, കൃത്യമായിട്ട് പെർഫോം ചെയ്തിരിക്കുന്ന ഒരു നല്ലൊരു ബിസിനസ്സാണിത്. പക്ഷേ കഴിഞ്ഞ 2 ക്വാർട്ടറിലായിട്ട് ചെറിയ രീതിയിൽ, അതും വലിയ രീതിയിൽ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ചെറിയ രീതിയിൽ NBS കൂടിയിരുന്നു. സോ അത് ഈ ഒരു ക്വാർട്ടറിലായപ്പോഴത്തേന് പയ്യെ അത് സ്റ്റെബിലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് പറ്റും. NPS കുറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ DPD ബക്കറ്റ്സ് കുറയുന്നുണ്ട്. 1+ DPD നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8.72 ആണ് ഈ ഒരു ക്വാർട്ടറിലുള്ളത്. കഴിഞ്ഞ ക്വാർട്ടറിൽ 8.72 ആണ്. കാരണം സ്ലിപ്പേജസ് കൂടുന്നില്ല, അവർക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടറിൽ ഉണ്ടായിരുന്ന അതേ ഫിഗർ തന്നെ. അതുകൊണ്ട് തന്നെ അവരുടെ ക്രെഡിറ്റ് കോസ്റ്റ് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. 1.29% ആണ് കമ്പനിയുടെ ക്രെഡിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 1-2 ക്വാർട്ടർ നോക്കിയാൽ ചെറിയ രീതിയിൽ ഇൻക്രീസ് ആയിരുന്നു ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം സംഭവിച്ചിരുന്നത്. അതിപ്പോൾ അതുകൊണ്ട് തന്നെ ഇയർ ഓൺ ഇയർ കമ്പയർ ചെയ്യുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ തന്നെയാണ് പ്രോപ്പറായിട്ട് കമ്പയർ ചെയ്യാനായിട്ട്. അതേപോലെ കമ്പനിയുടെ ROAയും അതേപോലെ ROEയും ഇൻക്രീസ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട് ചെറിയ രീതിയിൽ. കഴിഞ്ഞ തവണ 14.09 മറ്റായിരുന്നു ROE ഉണ്ടായിരുന്നത്. ഈ ക്വാർട്ടറിൽ നോക്കിയാൽ 14.56% ആയിട്ട് കൂടിയിട്ടുണ്ട്. അതേപോലെ ROAയും ഏകദേശം 4% കൂടിയിട്ടുണ്ട്. അതേപോലെ ROA നോക്കിയാൽ ഏകദേശം 4.67% ഉണ്ട് ഈ ഒരു ക്വാർട്ടറിൽ. ROAയിലും ഞാൻ പറഞ്ഞ പോലെ ഇമ്പ്രൂവ്മെൻ്റ് ആണ് വന്നിരിക്കുന്നത്. മൊത്തത്തിൽ അതിൻ്റെ ഫിഗേഴ്സ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആകെയുള്ളൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ ഡിസ്ബേഴ്സ്മെൻറ്റ് 0 ആണ്. ഇയർ ഓൺ ഇയർ നോക്കിയാൽ ഡിസ്ബേഴ്സ്മെൻറ്റിൽ ഗ്രോത്ത് വന്നിട്ടില്ല. അത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ നോക്കിയാൽ 14% ഡീ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നത്. ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പുതിയ ലോൺ കൊടുക്കുന്നത്, ഫ്രഷ് ആയിട്ടുള്ള ലോൺ കൊടുക്കുന്നത്. അത് ഈ ഒരു ക്വാർട്ടറിൽ ഇൻക്രീസ് ചെയ്തിട്ടില്ല. നോർമലി ഒരു ബാങ്ക് എപ്പോഴാണ് ഈ പുതിയ ലോൺ കൊടുക്കാതിരിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ പഴയ ലോണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള സമയത്ത്. ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ക്വാർട്ടറിലും അതിന് മുമ്പത്തെ ക്വാർട്ടറിലും ഇവരുടെ പഴയ ലോണുകളിൽ ചെറിയ രീതിയിൽ DPD ബക്കറ്റ്സ് കൂടിയിരുന്നു. അതായത് സ്ലിപ്പേജ് വരാൻ തുടങ്ങിയിരുന്നു. ആളുകൾ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ബാങ്കുകൾക്ക് ഈ പറഞ്ഞ ഡിസ്ബേഴ്സ്മെൻറ്റിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നതിന് പകരം അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക അവരുടെ കളക്ഷൻസിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ പുതിയ ലോൺ കൊടുക്കുന്നത് സ്വാഭാവികമായിട്ടും കുറയും. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്വാർട്ടറിൽ അവരുടെ ഡിസ്ബേഴ്സ്മെൻറ്റ് ഗ്രോത്ത് കുറഞ്ഞിരിക്കുന്നത്. മാനേജ്മെൻറ്റ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അടുത്ത ക്വാർട്ടറിൽ അവർ തിരിച്ച് ആ ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെ ഗ്രോത്ത് പഴയ പോലെ തന്നെ ആവും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 18 to 20% ഡിസ്ബേഴ്സ്മെൻറ്റ് ഗ്രോത്ത് വരും എന്നുള്ള കാര്യം മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിൻ്റെ മൊത്തത്തിലുള്ള ഫിഗേഴ്സ് നല്ലതായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ഡിസ്ബേഴ്സ്മെൻറ്റിൻ്റെ ഈ ഒരു ഗ്രോത്ത് വരാത്ത കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ക്രെഡിറ്റ് കോസ്റ്റ് ബാക്കി കാര്യങ്ങളെല്ലാം അവർക്ക് കൺട്രോളിൽ എത്തിക്കാനായിട്ടും പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരുപാട് അവരുടെ കൺട്രോൾ വിട്ട് പോയിരുന്നില്ല. ബാക്കി അവരുടെ ROE ഗൈഡൻസ് ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ROE അവർ 15% മുകളിൽ എത്തിക്കുമെന്നാണ് പറഞ്ഞത്. സോ അതുപോലെ തന്നെ മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഈ ഒരു ക്വാർട്ടറിൽ നോക്കിയാൽ അവർ ഏകദേശം പുതിയ 10 ബ്രാഞ്ചുകൾ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 230 ബ്രാഞ്ച് ആയിട്ടുണ്ട് അവർക്ക് ഇപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞാൽ. അതുപോലെ അവർ മാനേജ്മെൻറ്റിൻ്റെ വേറെ ഗൈഡൻസ് ആയിരുന്നു, OPEX എന്ന് പറയുന്നത് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഏകദേശം 50 ബേസിസ് പോയിന്റ് കുറയ്ക്കും എന്നുള്ള കാര്യം. സോ അതും അവരുടെ ഗൈഡൻസിനനുസരിച്ച് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ OPEX ഒക്കെ മൊത്തത്തിൽ കുറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. AUMുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.
ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഇവരുടെ റിസൾട്ടിനെ പറ്റി പറയാനായിട്ടുള്ളത്. മൊത്തത്തിൽ നല്ല റിസൾട്ട് തന്നെയാണ്. ഈ ഒരു ഡിസ്ബഴ്സ്മെൻറ്റ് ഗ്രോത്ത് മാത്രം അടുത്ത ക്വാർട്ടറിൽ തിരിച്ചു വന്നാൽ പഴയ പോലെ തന്നെ കമ്പനി നോർമലായിട്ട് തന്നെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ ഇവരുടെ DPD ബക്കറ്റ്സിലുണ്ടായിരുന്ന ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളെല്ലാം അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബിസിനസ് അനാലിസിസ് വീഡിയോ വേറെ ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.